നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിഷ്ണുവേട്ടന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. നമുക്കിപ്പോ തന്നെ പോവാം. അല്ല, സത്യ പപ്പിമോളുടെ അടുത്ത് ഇരിക്കുക. ഇനി ഇവിടുന്ന് വിളിച്ചോണ്ട് പോകാൻ നേരത്തെ ഒരു കരച്ചിൽ ഉറപ്പാ. കുറച്ച് കരയട്ടെ. കുറച്ച് കരഞ്ഞാലും കുഴപ്പമില്ല. നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. പറയടി, നീ എന്ത് കൂടോത്ര ഇവർക്കെതിരെ ചെയ്തത്? എടി, നീ ആരെയൊക്കെ ഹോസ്പിറ്റലാക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്? സത്യമേ, കുഞ്ഞേച്ചിക്ക് പറയാനുള്ളതൊന്ന് കേക്കട്ടെ. എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയണമല്ലോ. ശാലിനി, എന്താ വിഷ്ണുപ്രയ്ക്ക് പറ്റിയത്? രോഹിത്തെ, ഈ നാട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ പോവായിരുന്നു. എങ്ങനെയോ വിവരങ്ങൾ അറിഞ്ഞ് വിഷ്ണുവേട്ടൻ അവിടെ എത്തി. ഞങ്ങളെ തെരഞ്ഞു വരുന്നതിനിടയിൽ സ്റ്റെപ്പിൽ നിന്ന് കാല് തെറ്റി താഴേക്ക് വീണു. ഈശ്വര, തല എവിടെയൊക്കെ ഇടിച്ചിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവരുമ്പോ വിഷ്ണുവേട്ടന്റെ ബോധമില്ലായിരുന്നു. ഡോക്ടർ, വിഷ്ണു ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്ത് കഴിഞ്ഞു. ഇന്നുകൂടി ഒബ്സർവേഷന് കിടക്കട്ടെ, എന്നിട്ട് ഡിസ്ചാർജ് ചെയ്യാം. ഞാൻ തരുന്ന മെഡിസിൻ കൊടുത്താൽ മതി. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ശരി. സത്യാമ്മയുടെ കൺവെട്ടത്ത് വരാതിരിക്കാൻ വേണ്ടി തന്നെയാ ആരോടും പറയാതെ ഞങ്ങൾ ഇവിടുന്ന് പോവാൻ ശ്രമിച്ചത്. പക്ഷേ പപ്പിമോള് ഞങ്ങളെ കാണാതെ ഭക്ഷണവും മരുന്നും ഒന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ ഞങ്ങളെ വിളിക്കാമെന്ന് വിഷ്ണുവേട്ടന് ഇങ്ങനൊരു അപകടം ഉണ്ടായപ്പോ തിരിച്ചു പോരേണ്ടി വന്നു. കുഞ്ഞേച്ചി, ഇനി കുഞ്ഞേച്ചി ഒരിടത്തും പോണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞേച്ചി വേണം. മോളെ, എടി, പപ്പിമോള് നിന്നെ തിരക്കുന്നുണ്ട്. വിഷ്ണുവേട്ടന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. നമുക്കിപ്പോ തന്നെ പോവാം. അല്ല, സത്യ പപ്പിമോളുടെ അടുത്ത് ഇരിക്കുക. ഇനി ഇവിടുന്ന് വിളിച്ചോണ്ട് പോകാൻ നേരത്തെ ഒരു കരച്ചിൽ ഉറപ്പാ. കുറച്ച് കരയട്ടെ. കുറച്ച് കരഞ്ഞാലും കുഴപ്പമില്ല. നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. വിഷ്ണുവിന് അപകടം പറ്റിയ കാര്യം പപ്പിമോൾ അറിയരുത്. അതവളെ കൂടുതൽ സങ്കടപ്പെടുത്തും. അയ്യോ, ഇനി സത്യമോളെങ്ങാനും പറയോ? ഇല്ല, അതറിയിക്കരുതെന്ന് പറഞ്ഞിട്ട് സത്യ പപ്പിയുടെ അടുത്തേക്ക് വിട്ടത്. അവള് പറയില്ല. ക്ഷമേ, നീ ചെന്ന് സത്യയെ വിളിച്ചോണ്ട് വാ. ഞാനിവിടെ കൂടുതൽ നിന്ന് സത്യമേ കൊണ്ട് പറയിക്കുന്നില്ല. എടി, എന്തൊരു വർത്താനോ ഇത്? പപ്പി ഒന്ന് കാണാതെ നിനക്ക് ഇവിടുന്ന് പോവാൻ പറ്റുമോ? നിന്നെ അങ്ങോട്ട് കൊണ്ടുചെല്ലാന്ന് വാക്ക് കൊടുത്തിട്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങളുടെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് എന്ത് നേട്ടമാ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? പപ്പി ഇതാരാ വന്നിരിക്കുന്നേ നോക്കി. സത്യയുടെ അമ്മ. മോളെ,
സത്യയുടെ അമ്മയെ സങ്കടപ്പെടുന്നേ? സങ്കടപ്പെടണ്ട കേട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ, സത്യ വന്നപ്പോ എന്റെ എല്ലാ അസുഖവും മാറി. ഇനിയും മുറിവും കൂടി ഉണങ്ങിക്കഴിഞ്ഞാ ഞങ്ങൾക്കൊന്നിച്ച് സ്കൂളിൽ പോണം, കളിക്കണം, അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്, അല്ലേ സത്യ? പിന്നെ പപ്പി എഴുന്നേക്കാൻ വേണ്ടി കാത്തിരിക്കുകയല്ലേ ഞാനും. എന്റെ കുഞ്ഞേച്ചി, ഇവരെ എങ്ങനെ അകറ്റിക്കൊണ്ടാ കുഞ്ഞേച്ചി നാട് വിടാൻ പോകുന്നെ? ഇവരുടെ ഈ സ്നേഹം കണ്ടോ? ഒരിക്കലും ഇവരെ പിരിച്ചുകൊണ്ട് കുഞ്ഞേച്ചിക്ക് എവിടേക്കും പോവാൻ പറ്റില്ല. കുഞ്ഞേച്ചി അല്ലെങ്കിൽ തന്നെ ആരെ തോപ്പിക്കാനാ? അങ്ങനെ പോയിട്ട് മനസമാധാനത്തോടെ ഒരു ദിവസമെങ്കിലും കഴിയാൻ പറ്റുമെന്ന് കുഞ്ഞേച്ചിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ കുഞ്ഞേച്ചി പൊയ്ക്കോ. മോൾക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ പറഞ്ഞില്ലേ, സത്യയുടെ അമ്മയൊക്കെ കണ്ടപ്പോ എന്റെ എല്ലാ വേദനകളും മാറി. പിന്നെ സത്യമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞില്ലേ, അതിന് സോറി. ഞാൻ ആ കുട്ടിയെ തല്ലിയന്റെ പേരിലാണല്ലോ സത്യമ്മ നിങ്ങളെ വഴക്ക് പറഞ്ഞത്. അതിന് സോറി. അതെനിക്ക് സങ്കടമായി. അതിന് സത്യയുടെ അമ്മയോട് സോറി പറയാൻ ഞാൻ വന്നപ്പോഴാ എന്നെ വണ്ടി ഇടിച്ചത്. സത്യാമ്മയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. സോറി. മോള്, എന്റെ പൊന്നു മോള്, നിന്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? എനിക്ക് ഒരു വഴക്കുമില്ല, ആരോടും ഇതിന്റെ പേരിൽ ഒരു പരിഭവവും ഇല്ല. പോരെ, മോക്ക് സന്തോഷായില്ലേ? സന്തോഷാവണമെങ്കിൽ സത്യയുടെ അമ്മ പപ്പിമോളെ വിട്ട് ഒരിടത്തേക്കും പോരുത്. പോവോ? പപ്പിയെ തനിച്ചാക്കി സത്യ എന്നിൽ നിന്ന് മാറ്റി സത്യയുടെ അമ്മ പോവോ? പോവാന്നാ ചോദിച്ചത്. പോയാ ഞാനിവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും. സത്യം എന്റെ കൂടെ വേണം. ഞങ്ങളെ അകറ്റാനായിരുന്നെങ്കിൽ എന്തിനാ ഞങ്ങളെ ഒരു സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.